നിമിഷങ്ങളാണിത്. ഈ ശുശ്രൂഷയെ ബഹുമാനിച്ചുകൊണ്ട് ദയവായി പാസ്റ്റർമാർ ദൈവം പറയുന്നതിനെ പ്ലീസ് താരം എന്നീ മംഗളമുള്ള പാട്ട് പാടും. ആദാമിനെ ഹവ്വയെ യോജിപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുമാറാകട്ടെ. പ്പെട്ട് ആത്മാ നിയോഗിതനായി ഉഭയസമത്തിന്റെ ഈ വചനം ദേവിയോട് ഏറ്റ് പറഞ്ഞാണ്. ജാസ്മിൻ ജെയിംസ് ബേബി ആകുന്ന ഞാൻ, ഫിബി തോമസ് ആകുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം നിന്നോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്നും നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി നിന്നെ മാത്രം സ്നേഹിച്ച് മാനിച്ച് പോറ്റി പുലർത്തി ആശ്വസിപ്പിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ നിന്നോട് മാത്രം ചേർന്നിരുന്ന് നിനക്ക് ഉത്തമനായ ഒരു വിശ്വസ്ത ഭർത്താവിൻ്റെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി നിന്നോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ. ബന്ധപ്പെട്ട് ആത്മനിയോഗിയായി ഉടമ്പടിയുടെ ഈ വചനം ജസ്മിനോട് ഏറ്റവും പറഞ്ഞാണ്. ഫിബി തോമസ് ആകുന്ന ഞാൻ, ജാസ്മിൻ ജെയിംസ് ബേബി ആകുന്ന അങ്ങയെ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം അങ്ങയോടുകൂടെ ചേർന്ന് പാർത്തുകൊള്ളാമെന്നും നമ്മുടെ ഇരുവരുടെയും ജീവകാലമൊക്കെ ലോകത്തിൽ മറ്റെല്ലാവരെക്കാളുപരി അങ്ങേ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് ശുശ്രൂഷിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മരണത്താൽ നാം തമ്മിൽ വേർപിരിയും വരെ അങ്ങയോട് മാത്രം ചേർന്നിരുന്ന് അങ്ങേക്ക് ഉത്തമയായ ഒരു വിശ്വസ്ത ഭാര്യയുടെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്നും കർത്താവിനെയും തിരുസഭയെയും സാക്ഷിയാക്കി അങ്ങയോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും തിരുസഭയും ഇതിന് സാക്ഷികൾ.
സ്വർഗീയ പിതാവേ, ഞങ്ങൾ എല്ലാവരും നന്ദിയോടെ വന്ന് നാമത്തിൽ സ്തോത്രം ചെയ്ത് അങ്ങേ ഒന്നിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്ന അങ്ങയുടെ മഹത്വ വരവിനായി, അങ്ങയുടെ സാന്നിധ്യം മഹിമയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കായി അങ്ങേക്ക് സ്തോത്രം. അവർക്ക് കർത്താവ് കനിവോട് നൽകിയ അനുഗ്രഹങ്ങൾക്കായി അകത്തിലേക്കുള്ള അവരുടെ പ്രവേശനം, അന്നവാഹനങ്ങൾ, ആരോഗ്യ സൗഖ്യങ്ങൾ, നല്ല കുടുംബങ്ങൾ, നല്ല സ്നേഹമുള്ള മാതാപിതാക്കൾ, ദൈവസഭ ശുശ്രൂഷ, ദൈവദാസന്മാരുടെ പ്രാർത്ഥന, മധ്യസഭകളിൽ വിദ്യാഭ്യാസം, ഉദ്യോഗം, ശുശ്രൂഷ, നിയോഗം, വിളി എന്നത്തേക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവിന്റെ ആലോചനയിൽ വേദിയിലേക്ക് വന്ന് വചനം സമൃദ്ധമായി കേട്ട് അങ്ങേ ആരാധിച്ച് കർത്താവെ അവർ തീരുമാനം പരസ്പരം പ്രസ്താവിച്ച് പരസ്പര വചനങ്ങളെ കൊടുത്ത് ഉഭയസമ്മത വചനം ആത്മാവിൽ ഏറ്റുപറയുവാൻ കൊടുത്ത പ്രകാശനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ സമർപ്പണത്തോടെ അവർ പറഞ്ഞ വചനങ്ങൾ ജീവിതാന്ത്യം വരെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുട്ടുമടക്കി ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരുടെ വചനം വായിച്ച് അങ്ങനെ ആത്മാവിനെ ആരാധിച്ച് അവരാകുന്ന മണ്ഡലത്തിലെല്ലാം കർത്താവിനെ വിശുദ്ധയോടെ ഭക്തിയോടെ ഉയർത്തി നാമത്തിന് മഹത്വത്തിനായി കർത്താവിന്റെ രാജ്യത്തിന് വ്യാപ്തിക്കായി മാതാപിതാക്കൾക്ക് ദൈവ ജനത്തിന് പാർക്കുന്ന രാജ്യത്തിന് അനേക തകർന്ന കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ഇവരെ മാറുവാൻ ഞങ്ങൾ ഇവരെ തിരുനാമത്തിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, വചനത്താൽ ഇവരെ സ്പർശിച്ചിരിക്കുകയാണ്, ആത്മാവിനാൽ മുദ്രവെച്ചിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ കേൾക്കുമാറാകണമേ. താങ്ക് യു വെരി മച്ച്. ഒരു വേദഭാഗം ഇപ്പോൾ വായിക്കാം. മത്തായി സുവിശേഷത്തിൽ നിന്ന് 19:3 മുതൽ 6 വരെ നമുക്ക് ശ്രദ്ധിക്കാം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിൽക്കുമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന ഉത്തരം പറഞ്ഞു. നാം വായിച്ചു കേട്ട ഈശ്വരയുടെ ഖണ്ഡിതമായ ഈ കൽപ്പനയുടെ ഒടുവിലത്തെ വാചകം ഞാൻ ഇപ്പോൾ 3 പ്രാവശ്യം ആവർത്തിച്ച് ഉദ്ധരിക്കുന്നു. ഓരോ തവണയും എൻ്റെ ഉദ്ധരിക്ക് അനുബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ചേർന്ന് ആമേൻ എന്ന് പറഞ്ഞ് സാക്ഷികളാകുവാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. വിവാഹരേഷ സമയമാണ്. ഇപ്പോ ജാസ്മിൻ ഫിബി മുമ്പോട്ട് വന്ന് വിവാഹരേഷനിൽ ഒപ്പ് വയ്ക്കുന്ന സമയം പാസ്റ്റർ രാജു അതിന് നേതൃത്വം കൊടുക്കും. 2 സഭകൾ ഇവർ ഒപ്പിട്ട ശേഷം 2 സഭകളിൽ നിന്നും ജാസ്മിന്റെ സഭയിൽ നിന്ന് ഒരാൾ, ഫിബിൾ സഭയിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് വന്ന് രജിസ്റ്ററിലെ സാക്ഷികളായിട്ട് ഒപ്പ് വയ്ക്കേണ്ടതാണ്. അനീഷ് കുഞ്ഞുമോനും കെയോ ഫിലിപ്പുമാണ് സൈൻ ചെയ്യാൻ ഇവിടെ പേരുകൾ പ്രിന്റ് ചെയ്ത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസ്യർ എഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വേദഭാഗം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രയും ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രയും പറയുന്നത്. എന്നാൽ
നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും. ധന്യനായ പത്രോസ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞാൽ വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. വിവാഹ പ്രഖ്യാപനം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ കരിങ്കുന്നം വില്ലേജിൽ കരിങ്കുന്നം പഞ്ചായത്തിൽ കരിങ്കുന്നം AG ഡിവൈൻ സഭയിൽ വേങ്ങച്ചേറിൽ വീട്ടിൽ ശ്രീമാൻ ബേബി ജെയിംസിൻ്റെയും ശ്രീമതി ലിസമ്മ പീറ്ററിൻ്റെയും മകൻ ജാസ്മിൻ ജെയിംസ് ബേബി. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ വില്ലേജിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൽ IPC ബഥേൽ മലവിള സഭയിൽ നെല്ലിവിള ഗിൽഗാൽ വീട്ടിൽ പാസ്റ്റർ തോമസ് എബ്രഹാമിൻ്റെയും ശ്രീമതി സുസമ്മ തോമസിൻ്റെയും മകൾ ഫിബി തോമസ് എന്ന വിശ്വവിഭാഗം കരിങ്കുന്നം AG സഭയുടെ ചുമതലയിൽ ഇന്ന ദിവസം ഇവിടെ സ്ഥാനപ്പെടുകയും ദൈവവചന വിശുദ്ധ പ്രമാണമനുസരിച്ച് ഇവർ ഭർത്താവും ഭാര്യയുമായി തിരിഞ്ഞ് പരസ്യമായി പ്രഖ്യാപനം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ. ഈ സമയം കഥാവദാസം പാസ്റ്റർ രാജു മുമ്പോട്ട് വന്ന് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് രണ്ടുപേരും ചേർന്ന് അത് സ്വീകരിക്കുമ്പോൾ സന്തോഷസൂചകമായി നമുക്ക് കരങ്ങളെ ഉറക്കെ give them a very big round of applause. Everybody. യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയും കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഗായകസംഘം ഒരു പാട്ട് കൂടെ പാടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. നീ എന്റെ സർവ്വവും
നേതൃത്വം കൊടുക്കും. ദൈവദാസന്മാരെയും ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ഈ സമയം നിങ്ങൾ ആമേൻ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് അനുഗ്രഹമായിരിക്കും. നിങ്ങളോട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രിയ കുടുംബത്തെ കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ നമുക്ക് അനുഗ്രഹിക്കാം. പ്രിയ ജെയിംസ് പേരൻസ്, നിസാം സഹോദരിയുടെ ഭവനത്തിൽ വന്നവർ, അതെ പ്രിയ ഹിബിയുടെ കുടുംബത്തിൽ നിന്ന എല്ലാവരും, എല്ലാ ദൈവദാസിദാസന്മാർ, എല്ലാ ദൈവമക്കൾ, ബന്ധുത്തരാദികളുടെ കരങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ഉയർത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, സകലവിധമായ അനുഗ്രഹങ്ങളുടെ ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പാൽക്കാലം ഞങ്ങൾ അവിടുത്തെ സന്നിധി നന്ദിയോട് സ്തുതിച്ച് അവിടുത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയ യേശുവിനും പ്രിയ ബിബി കർത്താവേ, അതേ വിശുദ്ധ വിവാഹത്തിലൂടെ ഉടമ്പടിയിലൂടെ ഭർത്താവും ഭാര്യമായി തീർന്ന ഈ നല്ല പകൽക്കാലം, അതിന് കാരണഭൂതനായ പരിശുദ്ധ പിതാവിന്റെ ബലമുള്ള കരങ്ങളിൽ ഈ പ്രിയ മക്കളെ ഞങ്ങളെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചതുപോലെ അബ്രഹാമിന്റെ കൂടെ സാറെ അനുഗ്രഹിച്ച പിതാവേ, ഇസ്ഹാക്കിന്റെ കൂടെ റെബേക്കയെ അനുഗ്രഹിച്ച പിതാവേ, യാക്കോബിന്റെ കൂടെ റാഹേലിനെ അനുഗ്രഹിച്ച ദൈവമേ, കർത്താവിന്റെ വരവും താമസമെങ്കിലും തലമുറ തലമുറയായി ഇവര് അനുഗ്രഹമായി തീരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദാസന്മാരായ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വരവ് താമസമെങ്കിൽ ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും, യഹോവ സീയോനിൽ നിന്നെ അനുഗ്രഹിക്കും എന്നീ വചനങ്ങൾ ഈ മക്കളുടെ മേൽ നിറവേറുവാൻ ഐശ്വര്യപൂർണമായ കുടുംബം കെട്ടിപ്പടുക്കേണ്ടതിന് ആവശ്യമായ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികമായ നന്മകൾ ഇവിടെ തലമുറ തലമുറയായി ചെറിയപ്പെടുവാൻ ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും ഈ മക്കൾക്കായി തുറക്കപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ രക്തങ്ങളുടെ മുദ്രയിട്ട് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കണ്ണിൽ നിന്ന് കാക്കപ്പെടുവാൻ, ദുഷ്ടന്റെ വിടക്ക് കണ്ണിൽ നിന്ന് സൂക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നിർമ്മല രക്തം ഈ കുടുംബത്തിന് പേര് ഞങ്ങൾ തളിക്കുകയാണ്.